കാന്തല്ലൂർ പഞ്ചായത്തിൽ 11-ാം വാർഡിൽ കോൽക്കടവ് 11-ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി. അതായത് ഒരു തൊഴിലുറപ്പ് സ്ഥാനാർത്ഥി എന്ന് പറയാം. 100 നാൾ ദിനങ്ങൾ, 100 നാൾ പണിക്കാരൻ തമിഴിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ 2000-ൽ മത്സരിച്ച ഒരാൾ കൂടിയാണ്. 2000-ൽ ബ്ലോക്കിൽ മത്സരിച്ച ഒരാളാണ്. അതായത് 13 വാർഡിൽ കയറിയൊരു വോട്ട് ജയിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. എന്നാൽ ഞാനിപ്പോൾ അടുത്തായി 25 വർഷത്തിന് ശേഷം ഞാൻ രണ്ടാമത് മത്സര രംഗത്ത് വന്നിരിക്കുകയാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോഴും ഈ മത്സര രംഗത്ത് വരാൻ കാരണം എന്താണെന്നാൽ, ഞാൻ 10 വർഷമായി ഞാൻ വീട് ചോദിച്ചിരിക്കുന്നു. ഒരു മെയിൻ്റനൻസാണ് ചോദിച്ചിരുന്നു വെച്ചാൽ മെയിൻ്റനൻസും കിട്ടിയില്ല. ഇപ്പോൾ ആ വീട് ടാർപ്പ ഇട്ടിരിക്കുകയാണ്, ചോർന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥകൾ ഇവിടെ വന്നിരിക്കുകയാണ്. അർഹതപ്പെട്ടവരെ നമ്മൾ അംഗീകരിക്കുന്നില്ല, വരുന്ന മെമ്പർമാർ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ വന്ന ശേഷമാണ് ഞാൻ തുടർന്ന് ഇവിടെ മത്സരിക്കാൻ. നമുക്ക് ഇത്ര പ്രായമായി, അന്ന് 25 വർഷം മുമ്പ് അന്ന് 40 വയസ്സായിരുന്നു. ഇപ്പോൾ വയസ്സുകൾ കൂടുതൽ 25 വർഷമായി. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ രണ്ടാമതും ഒന്ന് മത്സരിക്കാം എന്ന് വിചാരിച്ചു. നിങ്ങൾക്കറിയാൻ പറ്റും, തൊഴിലുറപ്പിന് പോയാൽ എത്ര രൂപ കിട്ടുന്നത്. നമ്മൾ ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങനെ സ്ഥാനാർത്ഥിയൊക്കെ ആകുമ്പോൾ ചിലവുണ്ട്. നിനക്ക് ചിലവില്ലാതെ കാര്യം നടക്കില്ല. നമ്മൾ ഇറങ്ങുമ്പോൾ അതിന് പോസ്റ്റർ വേണം, ബാനർ വേണം, പിന്നെ മറ്റുള്ള പൈസ കെട്ടി വെക്കാൻ വേണം. ഇതൊക്കെ പല ചിലവുകളുമുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നെ ഇപ്പോൾ നമുക്കൊരു സൗകര്യം കിട്ടുന്നത് പറഞ്ഞാൽ, നമുക്ക് ഇനിയൊരു പൈസ ഉള്ള സമയത്ത് നമുക്ക് ഇത് മത്സരിക്കാൻ പറ്റില്ല. അല്ല, നമുക്ക് 2 വർഷം കഴിയുമ്പോൾ, 2 മാസം കഴിയുമ്പോൾ ഇത്തിരി പൈസ കൈ കിട്ടിയെന്നൊരു മത്സരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ ഇടത്തുനിന്നും വായ്പകളൊക്കെ വാങ്ങിച്ചു ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്കിപ്പോഴും ഉണ്ടായിരിക്കുന്നത്. എനിക്കിത് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞാനിപ്പോൾ വീട്ടിലിപ്പോൾ ഈ മാസം വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മാസം കഴിഞ്ഞാൽ ഒരു വാഴ വെച്ചാലും 8 മാസം കൊല വെട്ടാം. അപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ്, എൻ്റെ സ്വന്തം ജോലികൾ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇതിന് ഇറങ്ങിയത്. എന്തുകൊണ്ടെന്നാൽ ഇവിടുത്തെ ജനങ്ങൾ കൂടുതൽ പറ്റിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, കൊടുത്ത ആളുകൾക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ 70 വർഷമായി താമസിക്കുന്ന ആളുണ്ട് നമ്മുടെ അറിവിൽ തന്നെ. 70 വർഷം ഞങ്ങളിപ്പോൾ 60 വർഷമായി ഇവിടെ വന്നിട്ടുണ്ട്. 70 വർഷമായിട്ട് താമസിക്കുന്നവരുണ്ട്. അവർക്കിപ്പോൾ വീട് കൊടുത്തില്ല. അവർ കൊടുക്കുന്നത് ഏകദേശം 10 വർഷം. നമ്മളൊരു സർക്കാർ ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്, 12 വർഷം ഇവിടെ സ്ഥിരതാമസക്കാർക്ക് വീട് കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്നത്. ഇതെല്ലാം മറികടന്നു കാറ്റിപ്പറത്തിക്കൊണ്ട് സർക്കാർ ഇവിടുത്തെ അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വീടുകൾ മറ്റുള്ള പഞ്ചായത്തിന് ആനുകൂല്യം കൊടുക്കുന്നു. അതായത് ചിലയിടത്തൊക്കെ അവരെ ഇഷ്ടപ്പെട്ട ആളുകളെ തിരികെ കയറ്റുന്നു. മനസ്സിലായി? അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് ഈ തിരികെ കയറ്റി കൊടുക്കുന്നതുകൊണ്ട് ഈ പാവപ്പെട്ടവർ ഇപ്പം ഞാൻ പറയണമെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വീട് ചെന്ന് നോക്ക്. എത്ര വീടുകൾ നമ്മുടെ കോൽക്കടവ്, ദിണ്ടുക്കുമ്പും കോൽക്കടവും കർശനാടും കൊല്ലംപറയും കാണാൻ പറ്റും. ഓരോരുത്തർ വീടുകളിലേക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഓരോരുത്തർ കരയുക. ഓരോരുത്തർ ചെല്ലുമ്പോൾ കാണുന്നത് ഓരോരുത്തർ പാത്രങ്ങൾ വെച്ചിരിക്കുന്നതാണ്. മനസ്സിലായി? അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയെ നമ്മളവിടെ കാണാൻ പറ്റുന്നു. അർഹതപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്നില്ല. അതാണ് കാര്യം. അവർ മെമ്പർമാർക്ക് സപ്പോർട്ട് ചെയ്യണം. മെമ്പറിൻ്റെ കൂട്ടത്തിൽ അവരെ ഇഷ്ടത്തിന് അംഗീകരിച്ച് പോകുന്ന ആളുകൾക്കാണ്, ജനങ്ങൾക്കാണ് അവർ അവിടെ വീടുകൾ കൊടുക്കുന്നത്. അത് നമുക്ക് ഇന്ന് വരെ, അതായത് ഈ 25 വരെയും കാണാൻ പറ്റിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ ഇതിനു മുമ്പുള്ള കാര്യമില്ല. ഇതുവരെയും കാണാൻ പറ്റില്ല. നിങ്ങളൊന്ന് അന്വേഷിക്കുക. എത്ര വീടുകളാണ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫോൺ നമ്പർ ഇതിലുണ്ട്. നിങ്ങൾക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. എത്ര വീടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കാൻ പറ്റിയ പാത്രങ്ങൾ വെച്ചേക്കണം. 2 പിള്ളേരും അപ്പനും അമ്മയും അമ്മയും കൂടി താമസിക്കുന്നത്. ഓരോരുത്തർ ചെല്ലുമ്പോൾ നമുക്കിപ്പം ഞാനിവിടെ വോട്ട് ചെയ്യുമ്പോൾ ഓരോ സങ്കടം പറയുക. ചേട്ടാ, വെള്ളമില്ല, ഈ വീട് കിടക്കണം കണ്ടാൽ നോക്ക്, ഈ വഴിവിളക്ക് കത്തുന്നില്ല, ഞങ്ങൾക്ക് 100 നാൾ പണി കിട്ടുന്നില്ല, പോയ 50-60 കിട്ടുന്നുള്ളൂ. ഇതെല്ലാം ലാപ്സായി പോയ ഓരോ വർഷങ്ങൾ. അതൊക്കെ ഇവരെ അന്വേഷിക്കുന്നില്ല, ചോദിക്കുന്നില്ല. അവരെ ഇഷ്ടത്തിന് അവർ കൊണ്ടുപോകുന്നു. ഇതാരും ചോദിക്കുന്നില്ല, ആരും പറയുന്നില്ല. എങ്ങനെയാണ് പറയുന്നത്? അവർക്ക് എന്തെങ്കിലും ആരാണ് പറയണത്, നല്ലോണം കുറയ്ക്കുന്നവർക്ക് ഒരു കഷ്ണം പട്ടിക്ക് എല്ലിട്ട് കൊടുക്കണം, വല്ല ഇട്ട് കഴിഞ്ഞാൽ അത് കടിച്ചിട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നടക്കുന്ന സംഭവം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി തൊഴിലുറപ്പ് തൊഴിലാളി ഞാൻ മത്സരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചിഹ്നമായ കാറാണ്. കാർ ചിഹ്നത്തിൽ എന്നെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്,
നിങ്ങൾ ഇപ്പോൾ ഇപ്പം നമ്മുടെ പഴയ കാലമൊന്നുമല്ല, ഇപ്പോൾ കമ്പ്യൂട്ടർ കാലമായി, എല്ലായിടത്തും മൊബൈലും ടി വിയും ഒക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ കാണാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന 5 വർഷം നിങ്ങളിത് അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ 5 വർഷം ഇവിടെ അനുഭവിക്കേണ്ടി വരും. ആ 5 വർഷത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സമയത്ത് നിങ്ങളോട് വന്ന് ഈ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് എല്ലാ വീടുകളും ഞാൻ എത്തിയെന്ന എൻ്റെ പൂർണ്ണ വിശ്വാസം. ചിലവർക്ക് എത്തപ്പെടാത്തവരും കാണാൻ പറ്റാത്തവരും ഉണ്ടെങ്കിൽ ഇത് എൻ്റെ ഒരു അറിയിപ്പായിട്ട് നിങ്ങൾ കണക്കാക്കണം. എൻ്റെ ചിഹ്നം കാറാണ്. അത് കോഴിക്കോട് വാർഡിൽ മത്സരിക്കുന്നത്. എന്നെപ്പോലത്തെ എനിക്കാണ് എല്ലാം അറിയാം. ഞാനൊരു പൊതു പ്രവർത്തനം കൂടിയാണ്. നിങ്ങൾക്കറിയാം, പൊതുപ്രവർത്തനത്തിൽ ഞാൻ നടക്കുന്നതല്ല. പണ്ട് 2003 മദ്യനിരോധനം, പിന്നെ 5 നാട് സംരക്ഷണ സമിതി ഒക്കെ പ്രസിഡൻ്റായിരുന്നതാണ്. അപ്പോൾ അവിടെ ജനങ്ങളോട് ചോദിച്ചാൽ അറിയാം. ഞാൻ വെറുതെ അങ്ങോട്ട് വാങ്ങാണ്ട് പറഞ്ഞില്ല. അവിടെ എല്ലാവർക്കും അറിയാം. നമ്മളിങ്ങനെ ഒരു പൊതുപ്രവർത്തനമായിട്ട് നടത്തുന്ന ഒരു മനുഷ്യൻ കൂടി, പാർട്ടിക്കാരനും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ ഞാൻ ഇതിനുകൊണ്ട് മുന്നോട്ട് ഇറങ്ങിയത്. അതായത് എനിക്ക് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളെ എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ചോദിക്കാനും ബാക്കിയുള്ളതിലേക്ക് പല കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയാൻ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഇപ്പോൾ പറയുള്ളൂ, ഇപ്പോൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വോട്ടർ ബൂത്തിൽ ചെല്ലുമ്പോൾ ഈ കാർ ചിഹ്നത്തിൽ നിങ്ങൾക്ക് ഒരു വോട്ട് ചെയ്യുക. 3 വോട്ടുള്ളിടത്ത് ഒരു വോട്ട് എനിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് ജീവിതകാലത്തിൽ മറക്കാൻ പറ്റില്ല. എനിക്ക് ഒരു വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ജീവിതകാലത്തിൽ മറക്കാൻ പറ്റില്ല. അത്രേ എനിക്ക് പറയുള്ളൂ. എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ, ഈ വോട്ടർമാർ വിലയേറിയ വോട്ടുകൾ എൻ്റെ കാർ ചിഹ്നത്തിൽ അടയാളപ്പെടുത്തി എൻ്റെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.